ഹലോ മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കേരള പാഠാവലിയിലെ കപ്പവാട്ടിന്റെ കഥ എന്ന പാഠഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മുരളീധരൻ തഴക്കര എഴുതിയിരിക്കുന്ന ഒരു ലേഖന ഭാഗമാണ് കേട്ടോ നമ്മളുടെ ഈ പാഠഭാഗം എന്ന് പറയുന്നത്. അപ്പൊ കപ്പ എന്ന് പറയുന്നത് ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ഫുഡായിട്ടാണ് അല്ലെ. കപ്പയും മീനും കപ്പയും ചമ്മന്തിയും ഒക്കെ കഴിക്കുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് മഴയത്തൊക്കെ അത് കഴിക്കുന്നത് ഭയങ്കര രസമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ മലബാറിന്റെ അല്ലെ, വടക്കേ മലബാറുകാർക്കിടയിൽ വളരെ പ്രസക്തമായിരുന്ന ഒരു കാലഘട്ടത്തിൽ അവരുടെ ആഘോഷമായി മാറിയിരുന്ന ഒരു സംഗതിയെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, കപ്പവാട്ട് എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് ഈ ഒരു പാഠഭാഗത്തിൽ, ഈ ഒരു ലേഖനത്തിൽ എന്ത് ചെയ്യുന്നത്, എഴുത്തുകാരൻ പറയുന്നത് അല്ലെ. അപ്പൊ എന്താണ് മലബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് മലബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു വലിയ അല്ലെ, പണ്ടൊക്കെ നാട്ടുരാജ്യമായിരുന്നു, നിങ്ങൾക്കറിയാലോ അല്ലെ. അപ്പൊ കണ്ണൂര്, കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട് എന്നീ ജില്ലകളും തൃശ്ശൂർ ജില്ലയുടെ പഴയ കൊടുങ്ങല്ലൂർ താലൂക്കും ചേർന്നിരിക്കുന്ന ഭാഗമായിരുന്നു മലബാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. പിന്നീട് കേരളം സംസ്ഥാന രൂപം കൊണ്ട് 1957 പിന്നെ എന്ത് ചെയ്യണു, മലബാർ ജില്ലയെ മൂന്നാക്കി മാറ്റിയാണ് കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട് എന്നീ ജില്ലകളായിട്ട് വിഭജിച്ചു എന്തിനെ, നമ്മുടെ മലബാറിനെ. അതിനുശേഷം പിന്നീട് 1969 കോഴിക്കോട്, പാലക്കാട് ജില്ലകളെ വിഭജിച്ച് എന്ത് ചെയ്തു, മലപ്പുറം ജില്ലയായി രൂപീകരിച്ചു. പിന്നീട് 1980 കോഴിക്കോട്, കണ്ണൂർ ജില്ലകളുടെ ഭാഗമായിരുന്ന സ്ഥലങ്ങൾ ചേർത്തിട്ടാണ് വയനാട് എന്ന് പറയുന്ന ജില്ലയ്ക്ക് എന്ത് ചെയ്തത്, രൂപം നൽകിയിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഈ ഒരു മലബാറിന്റെ അല്ലെ, ആദ്യകാലത്തെ മലബാർ എന്നറിയപ്പെട്ടിരുന്ന പ്രദേശത്ത് ഉണ്ടായിരുന്ന ഒരു അല്ലെ സംഗതിയായിരുന്നു ഈ കപ്പവാട്ട് എന്ന് പറയുന്ന ഒരു ആഘോഷമായിട്ട് എന്ത് ചെയ്തിരുന്നു, നിലനിന്നിരുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ മുരളീധരൻ തഴക്കരയാണ് ഈ ഒരു പാഠഭാഗം എഴുതിയത്. ആലപ്പുഴ ജില്ലയ്ക്കടുത്ത് മാവേലിക്കരയ്ക്കടുത്താണ് അദ്ദേഹം അല്ലെ, തഴക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് 1959 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം പ്രശസ്തനായിട്ടുള്ള ഒരു ഫാം ജേർണലിസ്റ്റ് ആണ്. ആകാശവാണിയിൽ 28 വർഷം തുടർച്ചയായിട്ട് അദ്ദേഹം വയലും വീടും എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അല്ലെ പ്രായമായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അറിയാം. അപ്പോൾ ടീച്ചറിന്റെ ഒക്കെ കുട്ടിക്കാലത്ത് ടീച്ചർക്ക് ഓർമ്മയുണ്ട്, റേഡിയോയിൽ വയലും വീടും എന്ന് പറയുന്ന പരിപാടി അല്ലെ, അത് സംപ്രേഷണം ചെയ്തിരുന്ന എൻ്റെ ചെറിയ ഓർമ്മയിൽ എനിക്കുണ്ട്. ഓർമ്മയിലെ കൃഷിക്കാഴ്ചകൾ, കൃഷിയിലെ നാട്ടറിവ്, തേൻ നുകരാം, പണം നേടാം, കൃഷിയുടെ നന്മ പാഠങ്ങൾ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കൃതികളാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും സൗഹൃദത്തിന്റെയും ഒരുമയുടെയും ഒക്കെ ഒരു കഥയാണ് ഈ ഒരു കപ്പവാട്ടിന്റെ അല്ലെ കഥയിലൂടെ എന്ത് ചെയ്യുന്നത്, മുരളീധരൻ തഴക്കര പങ്കുവയ്ക്കുന്നത് അല്ലെ. അപ്പൊ റബ്ബർ കൃഷി വ്യാപകമാവുന്നതുകൂടെ ഇത്തരത്തിൽ വളരെ സൗന്ദര്യാത്മകമായി വളരെ സൗഹൃദ അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ടുണ്ടായിരുന്ന ഒരു പഴയ കൃഷി രീതിയൊക്കെ പോയതിലുള്ള ഒരു സങ്കടം അല്ലെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഒരു ലേഖനത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ ഓരോ വീട്ടുകാരും എന്താണ്, മഴക്കാലത്തിന് മുൻപ് അന്ന് കർഷകരുടെ ഒക്കെ വീട്ടിൽ ഇന്നത്തെ പോലെ അങ്ങനെ വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിക്കാനുള്ള വകയൊന്നും ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിൽ. അപ്പോൾ ഇതുപോലെ കപ്പയൊക്കെ വാട്ടിയിലെ മഴക്കാലത്തേക്ക് വേണ്ടി എന്ത് ചെയ്തിരുന്നു, അവരത് ചാക്കിലൊക്കെ കെട്ടി പത്തായങ്ങളിലൊക്കെ സൂക്ഷിച്ചിരുന്ന ഒരു കാലമുണ്ട് അല്ലെ. അപ്പൊ വേനൽക്കാലത്താണ് കൃഷിയൊക്കെ ചെയ്ത് ഇതൊക്കെ എന്ത് ചെയ്യുന്നത്, സംഭരിച്ചു വെക്കുന്നത് അല്ലെ. ഉറുമ്പ് ഇങ്ങനെ എന്താ പറയാ, അരിച്ചരിച്ച് സാധനങ്ങൾ അല്ലെ കൂട്ടി വെക്കുന്നത് പോലെ എന്ത് ചെയ്തിരുന്നു, പഴയ കർഷകർ അങ്ങനെ ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതേപോലെ എന്ത് ചെയ്യാണ്, ഈ കപ്പയെ അല്ലെ പല രൂപങ്ങളിൽ എന്ത് ചെയ്തിരുന്നു, സൂക്ഷിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ കേരളത്തിലെ മലനാട്ടിലെ ഇടനാട്ടിലും ഒരു കാലത്ത് നിലനിന്നിരുന്ന കപ്പവാട്ട് എന്ന കാർഷിക ആഘോഷത്തെ വളരെ തനിമയോടുകൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പാഠഭാഗത്തെ ലേഖകൻ അവതരിപ്പിക്കുന്നത്. തിരുവിതാംകൂറിൽ നിന്നും കുടിയേറി മലബാർ എന്തായിരുന്നു എന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു. മലബാറിന്റെ മണ്ണിൽ അധ്വാനത്തിന്റെ ഇതിഹാസം രചിച്ച കർഷകരുടെ കഥയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ലേഖന ഭാഗത്തിൽ പറയുന്നത്. ഈ ലേഖനത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത മുന്നോട്ട് വെക്കുന്നത് എന്താണ്, സഹവർത്തിത്വം, സാഹോദര്യം, സൗഹൃദം എന്ന് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു മാനവികതയെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഒരു പാഠഭാഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെ ആശയം എന്ന് പറയുന്നത് കേട്ടോ. കപ്പവാട്ട് എന്ന് പറയുന്നത് വെറും ഒരു ജോലി ആയിരുന്നില്ല, മറിച്ച് അയൽപക്ക സൗഹൃദങ്ങള്, എല്ലാവരും തമ്മിലുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. വലിയ ആളുകളും ചെറിയ കുട്ടികളും ഒക്കെ ഒരുപോലെ എന്ത് ചെയ്തിരുന്നു, അതിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ് ഈ ഒരു ജോലിയിൽ. അത് പ്രായഭേദമന്യേ ലിംഗഭേദമന്യേ എല്ലാ ആളുകളും എന്താണ് ഒരുപോലെ ഒരു ആഘോഷമാക്കി ഈ ജോലിയെ കണ്ടിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഭക്ഷ്യവിളയായ കപ്പയിൽ നിന്ന് നാണ്യവിളയായ നമ്മുടെ റബ്ബർ കൃഷിയിലേക്കുള്ള അല്ലെ കൃഷിഭൂമിയുടെ മാറ്റത്തെക്കുറിച്ച് വളരെ ഗൗരവപൂർവ്വം എന്ത് ചെയ്യുന്നു, ലേഖകൻ നോക്കി കാണുന്ന അല്ലെ ഒരു എന്താ പറയാ ആശയം കൂടെ എന്ത് ചെയ്യാണ് ഈ ഒരു പാഠഭാഗത്തിലൂടെ നമ്മൾ പഠിക്കുകയാണ്. അപ്പൊ ഇതൊരു കൂട്ടായ്മയുടെ ഉത്സവമാണ് അല്ലെ. അപ്പൊ ഓരോ വീടുകളിലുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു, കൃത്യസമയം അല്ലെ കൃത്യമായിട്ടൊരു ദിവസം അവർ പരസ്പര വിശ്വാസത്തിന്റെ പേരിൽ എന്ത് ചെയ്യാണ്, അവർ നിർണ്ണയിക്കപ്പെട്ടിട്ട് എന്ത് ചെയ്യാണ്, ആ ദിവസം കപ്പ വാട്ടാനും അല്ലെ കുറെ വലിയ ആളുകൾ അത് മുറിക്കാനും അല്ലെ, പിന്നെ സ്ത്രീകൾ അത് കഴുകാനും അല്ലെ തോല് പൊളിക്കാനും, കുട്ടികൾ എന്താണ് ഈ തോല് പൊളിച്ച് വെച്ചിരിക്കുന്ന കപ്പകൾ നുറുക്കാൻ വേണ്ടിയിട്ട് പുരുഷന്മാരുടെ അടുത്ത് കൊണ്ടുകൊടുക്കുക, അങ്ങനെ എല്ലാവരും ചേർന്നുള്ള ഒരു കൂട്ടായ്മയുടെ ഉത്സവമായിരുന്നു അതെന്ന് പറയാം അല്ലെ. അപ്പൊ ജോലിയുടെ ആയാസം അറിയാതിരിക്കാൻ വേണ്ടി അവർ പാട്ടുകൾ പാടിയിരുന്നു അല്ലെ, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അങ്ങനെ എൻജോയ് ചെയ്താണ് എന്ത് ചെയ്തത്, അതിന്റെ ആയാസം അറിയാതെ ഭയങ്കര രസകരമായിട്ടാണ് എന്ത് ചെയ്തത്
ചെയ്തിരുന്നതെന്ന് നമ്മൾ പാഠഭാഗത്തിൽ പറയാം അല്ലേ. അപ്പൊ അധ്വാനത്തിന്റെ കഷ്ടപ്പാടൊക്കെ ഉണ്ടെങ്കിലും പരസ്പരം എന്ത് ചെയ്യുന്നു, എല്ലാവർക്കും സന്തോഷവും സംതൃപ്തിയും ഒക്കെ നൽകി എന്നൊരു കൂട്ടായ്മയുടെ ഉത്സവമായിട്ട് എന്ത് ചെയ്തിരുന്നു കപ്പവാട്ട് അല്ലെ മാറിയിരുന്നു എന്നുള്ളതാണ്. അതേപോലെ ഈ കപ്പവാട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കപ്പവാട്ടിന്റെ ഒരുക്കമാണ് അല്ലെ. അപ്പൊ കപ്പവാട്ടി ഒരുക്കുവാനുള്ള പാറ ഒരുക്കുക എന്നുള്ളത് എൻ്റെ ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പൊ അത്രയും കപ്പയൊക്കെ എന്താ പറയാ വെയിലത്ത് എന്ത് ചെയ്യണം, ഉണക്കണം. ഈ പാറയുടെ മുകളിൽ വെച്ചിട്ട് കപ്പ ആദ്യം വാട്ടി അതിന്റെ വെള്ളം കളഞ്ഞിട്ട് എന്ത് ചെയ്യണം, പാറയിൽ വെച്ച് ഉണക്കണം അല്ലെ. അതായിരുന്നു ആദ്യത്തെ കപ്പവാട്ടിന്റെ ഒരുക്കത്തിൽ ആദ്യം ചെയ്തിരുന്നത്. പിന്നെ കൃഷി സാധ്യമല്ലാത്തൊരു വലിയ പാറപ്പുറം അല്ലെ, പാറപ്പുറം അതിന് വേണ്ടി തെരഞ്ഞെടുത്തിരുന്നു. പിന്നെന്താണ്, കപ്പവാട്ട് സീസണുമായി ബന്ധപ്പെട്ട് ഈ പാറ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയിരുന്നു ആദ്യം എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ പരസ്പരം സഹായിച്ചും അല്ലെ, പരസ്പരം എന്താ പറയുക എല്ലാവരും ഒരു ഒത്തൊരുമയോട് കൂടിയാണ് അത് ചെയ്തിരുന്നത് എന്നുള്ളതാണ്. പിന്നെ കുട്ടികളും അധ്വാനത്തിൽ പങ്കുചേർന്നിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. അപ്പൊ ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ ലിംഗഭേദമില്ലാതെ ആണുങ്ങളോ പെണ്ണുങ്ങളോ അല്ലെങ്കിൽ കുട്ടികളോ ഇതൊന്നും ഇല്ലാതെ എല്ലാ ആളുകളും കുട്ടികൾ ഉൾപ്പെടെ എന്താണ് എല്ലാവരും അതിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ്. പിന്നെ മഴ വരുമ്പോഴായിരുന്നു അവർ ഭയങ്കര അത് എൻജോയ് ചെയ്തിരുന്നത്. കാരണം ഇത് പാറപ്പുറത്ത് ഇങ്ങനെ ഇട്ടിരിക്കല്ലേ, അപ്പൊ അവിടെ തുറസായ സ്ഥലമാണ്. അപ്പൊ മഴ പെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ വെള്ളം നനയും അല്ലെ. അപ്പൊ എല്ലാവരും ഓടി എന്ത് ചെയ്യണം അല്ലെ, ഗ്രാമീണ കർഷകരൊക്കെ എന്താണ് ഓടി അല്ലെ, കൂകി വിളിച്ച് ദൂരെയൊക്കെയുള്ള ആളുകൾ അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണോ, കൂകി വിളിച്ച് ഓടി വന്ന് എല്ലാവരും എന്താണ് ചാക്കുകളിലൊക്കെ അല്ലെ ഈ പറയുന്ന കപ്പ അല്ലെ നനയാതെ എന്ത് ചെയ്തിരുന്നു ഈ വാട്ടുകപ്പ എടുത്ത അല്ലെ കാര്യത്തെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് വളരെ മനോഹരമായ രീതിയിൽ ഒരു പാഠഭാഗത്തിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഭയങ്കര രസമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക ഭയങ്കര രസമുള്ള ഒരു ലേഖനമാണ് അല്ലെ, ഒരു അനുഭവമാണ്, ലേഖനമാണ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ രസമുള്ള ഒരു പാഠഭാഗമാണ്. അപ്പോൾ ഇതിൻ്റെ കപ്പവാട്ടിൻ്റെ ഒരുക്കങ്ങളെക്കുറിച്ച് അല്ലെ, അവർ ഏതൊക്കെ കൂട്ടായ്മയുടെ ഉത്സവത്തെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യാം ചിലപ്പോൾ നമുക്ക് അല്ലെ 4 മാർക്കിനൊക്കെ ചോദ്യങ്ങൾ വരുന്ന ഒരു പാഠഭാഗം കൂടെയാണ്. ശീർഷകത്തിൻ്റെ ഔചിത്യം ചിലപ്പോൾ ചോദിക്കുക. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് കേരള പാഠാവലിയിലെയോ അല്ലെങ്കിൽ അടിസ്ഥാന പാഠാവലിയിലൊക്കെ പാഠഭാഗങ്ങൾ ആവശ്യമാണെങ്കിൽ മക്കൾ താഴെ കമൻറ്റ് ചെയ്യുക. ആ പാഠങ്ങളൊക്കെ എന്ത് ചെയ്യാം നമുക്ക് പരീക്ഷയുടെ മുമ്പ് ഇതേപോലെ അല്ലേ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ എല്ലാവരും ഉഷാറില്ലേ, അടിപൊളിയല്ലേ, പഠിച്ച് തുടങ്ങിയിട്ടില്ലേ? അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. ബൈ.